അതെനിക്ക് ഓപ്പണിങ് ആക്കണത് എനിക്ക് വീഡിയോ വേണ്ട, ഞാൻ തന്നെ വേണ്ട. അപ്പൊ ഞാനേ അന്ന് വിശ്വാസപൂർവ്വം ബുക്ക് ഈ പുസ്തകം വാങ്ങിക്കാനായിട്ട് ഞാൻ അന്ന് പൈസ കൊടുത്തു. ആ ഉസ്താദ് അങ്ങനെ പോയി എന്താ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയതാ. എന്റെ സന്തോഷം ഞാൻ എങ്ങനെ അറിയാം. ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇടാട്ടോ. അയ്യോ, അങ്ങനെ ഉസ്താദിന്റെ ഒരു ബുക്ക് ഞാൻ കിട്ടി. ഞാൻ പക്ഷെ ഇത് ഓപ്പൺ ആക്കില്ല, ഞാൻ മാത്രം ഓപ്പൺ ആക്കുള്ളൂ. കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ കുറച്ചു നേരത്തേക്ക് ഇതിങ്ങനെ പിടിച്ചു. ഞാൻ പറയാ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഉണ്ണിയപ്പക്കട. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പക്കടയിൽ നിന്നിട്ട് തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വം എന്ന ബുക്കിന് ഞാൻ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്തത്. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് ആ ഉസ്താദ് പൈസ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 7 ദിവസം എനിക്ക് ബുക്ക് കിട്ടിയിട്ട്, പക്ഷേ എനിക്ക് ബുക്ക് ഓപ്പൺ ആക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ ബുക്കൊന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പം എത്ര പേർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രമിക്കുക, എന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്ത് ഓൺലൈനിലായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പം എല്ലാവർക്കും കിട്ടും കേട്ടോ, എല്ലാവർക്കും വിശ്വാസപൂർവ്വം എന്ന ഈ ഒരു ആത്മകഥ, ഉസ്താദിൻ്റെ ആത്മകഥ, ഈ ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശ്വാസപൂർവ്വം എന്നാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് ഏറ്റവും ബാക്കിലായിട്ട് എഴുതിയിരിക്കുന്നത് തോമസ് ജേക്കബ്. പുസ്തകങ്ങളുടെ കുത്തൊഴുക്കിനിടയിലും സമൂഹം പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ചില രചനകളുണ്ട്. അങ്ങനെ മലയാളികൾ പൊതുവിലും മുസ്ലിം സമൂഹം പ്രത്യേകിച്ചും ആഗ്രഹിച്ചു നോക്കിയിരുന്ന ഗ്രന്ഥമാണ് കാന്തപുരം ഉസ്താദിൻ്റെ ആത്മകഥ. ഇതൊരു വ്യക്തിയുടെ മാത്രം ജീവചരിത്രമല്ല, ഒരു ദേശത്തിൻ്റെ കഥയും ഒരു സമൂഹത്തിൻ്റെ നവോത്ഥാന ചരിത്രവും അത്യപൂർവമായ ജനമുന്നേറ്റത്തിൻ്റെ പെരുമ്പറയുമാണ് എന്ന് തോമസ് ജേക്കബ് പറയുന്നു. പിന്നെ അത് ഉസ്താദിൻ്റെ പഴയകാല ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബാക്കിലുള്ളത് കേട്ടോ. അത് വിശ്വാസപൂർവ്വം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പിന്നെ www.malayabar.org അങ്ങനെ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. പ്രസ് അവരുടെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് ഓപ്പൺ ചെയ്യണം. അപ്പോഴേ വീഡിയോ എത്ര ക്ലിയർ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഒറ്റ മിനിറ്റ് ഞാൻ എടുത്തിട്ട് വരാം. വിശ്വാസപൂർവ്വം എന്ന ഈ ഒരു പങ്ക് വിളിക്കണ്ട്. ബാങ്ക് വിളി കഴിഞ്ഞു കേട്ടോ, സൗണ്ടാണ് ആദ്യം. അപ്പോൾ ഞാൻ തുറക്കുകയാണ്, ഓപ്പൺ ആക്കണം. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ തുറക്കണമെന്ന്. ബദ്രി ഞാനിവിടെ അടികൂടിയതാണ് ഇത് തുറക്കാനായിട്ട്. കിട്ടണില്ല. തുറന്നു. ഇത്ര ബുദ്ധിമുട്ടൊന്നും ആവശ്യമൊന്നും ഇല്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉസ്താദിൻ്റെ ബുക്ക് ഞാൻ മേടിച്ചു. ഞാൻ വായിക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ഒന്നുമില്ല, അതാ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഇതാ ഇങ്ങനെ. ഓക്കെ, മൂന്നാമത്തെ വിശ്വാസപൂർവ്വം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അത് കഴിഞ്ഞിട്ട് പബ്ലിക്കേഷൻ അവരത്. പിന്നെ പ്രസാധകക്കുറിപ്പ് എന്താണെന്നറിയോ? ശ്രേഷ്ഠരായ ഗുരുക്കന്മാരെ മുസ്ലിം ലോകത്ത് പൊതുവിൽ വിളിക്കുന്ന പേരാണ് ഉസ്താദ്. അങ്ങനെ മലയാളികൾ സ്നേഹാദരവുകളോടെ വിളിക്കുന്ന വ്യക്തിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആധുനിക മലയാളി മുസ്ലിങ്ങളുടെ ആത്മീയ, വൈജ്ഞാനിക, സാംസ്കാരിക ഭൂപടത്തിൻ്റെ അതിരുകളെ പുനർനിർവചിച്ച പണ്ഡിതനാണ് അദ്ദേഹം. നേത്രമികവുകൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ലോക മുസ്ലിം നേതാക്കളിൽ ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമായി മാറിയ ഉസ്താദിൻ്റെ പ്രവർത്തന മേഖലകൾ വിപുലവും വൈവിധ്യമാർന്നതുമാണ്. 7 പതിറ്റാണ്ടിലധികമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉസ്താദിൻ്റെ ആ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് വിശ്വാസപൂർവ്വം എന്ന ഈ ആത്മകഥ. മുസ്ലിങ്ങളുടെ മതസാമൂഹിക ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ ആത്മകഥ മലയാളത്തിൽ ഇതുവരെയും എഴുതപ്പെടാതെ പോയ മുസ്ലിം ജീവിതത്തിൻ്റെ
അടരുകളിലേക്ക് വായനക്കാരുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് മുസ്ലിം ഭാവുകത്വത്തെ കൂടുതൽ സംവേദനക്ഷമതയോടെ തീർച്ചയായും സഹായിക്കും. ഈ ജീവിതപാഠങ്ങളുടെ വായന തലമുറകളോളം നിലനിൽക്കുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ലാസ്റ്റ് ഒരു വരി ഞാൻ പറയാം. ഈ ജീവിത പാഠങ്ങളുടെ വായന തലമുറകളോളം നിലനിൽക്കുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇതിൻ്റെ പ്രസിദ്ധീകരണ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. വൈജ്ഞാനിക രംഗത്ത് പുതുമയുള്ള പഠന പ്രസിദ്ധീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മർക്കസ് നോളേജ് സിറ്റി കേന്ദ്രമായുള്ള മലബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ദൈഷ്ണിക സഞ്ചാരത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് വിശ്വാസപൂർവം. ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ ജോലികൾ എളുപ്പമാക്കുന്നതിൽ നിരവധി പേരുടെ അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മലയാളിയുടെ മുസ്ലിം അനുഭവങ്ങൾക്ക് പുതിയ ദിശാബോധം പകർന്നു നൽകിയ ഉസ്താദിൻ്റെ ആത്മകഥ അഭിമാനപൂർവ്വം വായനക്കാർക്ക് സമർപ്പിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, പബ്ലിഷർ മലബാർ പ്രസ്. ഉള്ളടക്കം അവതാരിക, ആമുഖ പഠനം, യാത്രയുടെ തുടക്കം, ബുഖാരിയുടെ മാധുര്യം, ബെല്ലൂരിലെ പാഠങ്ങൾ, ഭൂമിയും അവകാശികളും, അവേലത്തെ തണൽ, അക്ഷരമുറ്റത്ത്, ഒരു മുത്തലീമിൻ്റെ ജീവിതം, പുനൂരിലെ പുത്തൻ വാദങ്ങൾ, കാന്തപുരത്തേക്ക് ഒരു ഗ്രാമത്തിൻ്റെ കഥ, മാങ്ങാട്ടെ ദിനങ്ങൾ, കോഴിക്കോടിൻ്റെ വളർച്ച, ബഹ്റുൽ ഉലൂമിൻ്റെ ചാരെ, ചേകന്നൂരിലെ താർക്കികൻ, അധ്യാപനത്തിലേക്ക് സൈനബയ്ക്കുള്ള സമ്മാനങ്ങൾ, വഹലും എന്നാണോ, അതെന്താ എനിക്ക് കിട്ടണില്ല, അതൊന്ന് പറഞ്ഞേനെ. വഅലും സംവാദങ്ങളും എന്നാണോ. ഹജ്ജിലേക്കുള്ള ഇഹ്റാമുകൾ, വിശുദ്ധ ഭൂമിയിലെ ദിനരാത്രങ്ങൾ, റിയാദിലെ തടവറ, സമസ്തയിലേക്ക് വഴികാട്ടികൾ, വഴിവെളിച്ചങ്ങൾ, എഴുത്തച്ഛൻ വണ്ടിയിലെ കൂട്ടുകാർ, മർക്കസിലേക്കുള്ള വഴികൾ. 24-ാമത്തെ അധ്യായം 24 അല്ലെങ്കിൽ ആ ഒരു ഇത്. അപ്പം ഇത് ഇത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളടക്കവും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത ഇതിൽ ഞാൻ വായിച്ചിട്ട് ഞാൻ ബാക്കി കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം എന്തായാലും ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കാനായിട്ട് എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തുക. ഉസ്താദിന് ഒരു തുമ്മൽ പോലും വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം.